ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ നമുക്ക് കൽമാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചോറ് വെക്കുന്ന ചുവന്നരിയിൽ അതാണ് എടുത്തേക്കുന്നത്. ചോറ് വെക്കുന്ന ഏതരിയാണേലും നമുക്കെടുക്കാം. ചുവന്നതോ അല്ലെങ്കിൽ ചാക്കരിയോ ഏതാണേലും നമുക്ക് എടുക്കാം. തലേന്ന് ഞാൻ ചൂടുവെള്ളത്തിൽ കാസറോളിൽ കുതിരാനിട്ടാൽ നന്നായിട്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. സാധാ പച്ചവെള്ളത്തിൽ കുതിർന്നാലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് സ്പീഡിൽ കുതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഒരുപാട് തിളച്ച വെള്ളമല്ല, ഒന്ന് കടുക്ക ചൂടായ വെള്ളത്തിൽ ഒന്ന് കുതിർത്താനിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് മാക്സിമം വെള്ളം കുറച്ച് അരച്ചെടുക്കാം. നിങ്ങളുടെ മിക്സിയിൽ എന്തോരം വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റുമോ അത്രയും. ചിലവരുടെ കയ്യിൽ ഇതിൻ്റെ പൊടി കാണും കേട്ടോ. ഈ ഒരു ചോറ് വെക്കുന്ന അരിയുടെ പൊടി കാണും. അതന്നേരം പച്ചവെള്ളത്തിൽ സാധാ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതാ എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോറ് വെക്കുന്ന അരി വെള്ളത്തിൽ കുതിർത്ത് അതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ അതെന്തോരം കുതിർന്നോ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അതിന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുള്ളൂ. അപ്പോൾ എന്തോരം കുറച്ചെടുക്കാവോ അത്രയും വെള്ളം കുറച്ചെടുക്കണം. കാരണം നമുക്കിത് പത്തിരിയുടെയും ചപ്പാത്തിയുടെയൊക്കെ ഒന്ന് പരുവത്തിനാക്കിയെടുക്കണം. നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ കയ്യിലൊക്കെ വെച്ചിട്ട്, ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി കൂടി പിന്നീട് ചേർക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്താൽ അരിപ്പൊടി കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ അറിയാൻ മേലാത്തവർക്കാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ, അതിപ്പോൾ തേങ്ങ എന്തോരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി തേങ്ങായും. അതുപോലെ തന്നെ 1 സ്പൂൺ വലിയ ജീരകം, 1/4 സ്പൂൺ ചെറിയ ജീരകം, ഒരു 10-15 ചുവന്നുള്ളി. ഇത്രയും ഇട്ടാലും മതി. ചുവന്നുള്ളി ഞാനൊരു 10 എണ്ണം അത്രയും ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് അരയണ്ട, വെള്ളവും ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, പക്ഷേ എന്നാൽ ആ ജീരകം ഒന്ന് അരഞ്ഞും കിട്ടണം. ആ ഒരു രീതി. ഒരുപാട് അങ്ങ് അരയണ്ട, ഒന്ന് ചതഞ്ഞ പോലെ ആ ഒരു രീതിക്ക് തേങ്ങ നമ്മൾ ഒതുക്കി ഇടുകയെന്ന് പറയുമല്ലോ, ആ ഒരു രീതിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു പലഹാരമാണ്, നല്ല ഒരു ടേസ്റ്റി പലഹാരമാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് നമുക്ക് ചായക്കടിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ, യാത്രയ്ക്കൊക്കെ പോകുമ്പം കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് മീൻ വെച്ച് ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ കഴിക്കുമ്പം ആ മീനിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത ടേസ്റ്റ് വരും, അത് ഉണ്ടാകത്തേയില്ല. നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം ഒതുക്കിയത് അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അത് ഒന്ന് നമ്മുടെ ആ ഉണ്ടയാക്കുന്ന ആ ഒരു കൈക്ക് പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കും. ഈ അരിപ്പൊടി സാദാ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സാദാ പൊടി, പുട്ടുപൊടി എടുത്തിട്ടേക്കരുത്. സാദാ അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് നമുക്ക് വെള്ളം ഒന്ന് കറക്റ്റ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തേക്കണം. അപ്പോൾ അരിപ്പൊടിക്കൊന്നും കണക്കില്ല. നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റിയ രീതിയിൽ, നമ്മൾ ആ കൽമാസ് ഉണ്ടാക്കുമ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അരിപ്പൊടി ഇട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നിങ്ങളോട് വീണ്ടും പറയുക, സാദാ ചോറ് വെക്കുന്ന അരി പൊടിച്ചതുണ്ടെങ്കിൽ സാദാ പച്ചവെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുത്തതിന് ശേഷം തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം ചേർത്ത് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൽമാസ് ഉണ്ടാക്കാൻ. അത് വേഗമാണേ. വറുത്തരിപ്പൊടിയാണേലും കുഴപ്പമില്ല. ഇതിപ്പം നമ്മൾ അരി കുതിർത്ത് അരച്ചതിനാണ് നമുക്കിപ്പം അരിപ്പൊടി ചേർക്കേണ്ടി വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ പണ്ട് ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ആവിയിൽ പുഴുങ്ങി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളാവുമ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനും അരിയും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ വെറൈറ്റി ഒരു ടേസ്റ്റായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും ഇങ്ങനെയൊക്കെ അരി അരച്ച് ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുവന്നരിയാവുമ്പം നല്ല
ഉള്ള എന്ന് വെച്ചാൽ അതിൻ്റെ ആ തവിട് കളയാത്ത അരികളൊക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിങ്ങനെ കയ്യിൽ പിടിക്കത്തക്ക രീതിയിൽ കണ്ട ഈ ഒരു പരുവത്തിൽ നിങ്ങൾ ഈ ഒരു മാവ് ശരിയാക്കി എടുക്കണം. ഇതിനി നമുക്ക് കുതിരാനോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വെക്കണോ ആ മസാല. അപ്പോൾ മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം ചേർത്തു, അതുപോലെ ഉപ്പും. പെരുംജീരകപ്പൊടി അത് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അന്നേരം ചേർക്കണ്ട. ഇതിപ്പം നമുക്ക് മീൻ പൊരിക്കാൻ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും മുളകും എല്ലാം നമ്മളെന്താ സാധാ മീൻ പൊരിക്കാൻ എന്തൊക്കെ ചേർക്കുന്നോ അത് ചേർത്തിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇതിപ്പം ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് പെരുംജീരകവും ചേർത്തിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ അയിലയായിരുന്നു എൻ്റെ കയ്യിൽ, ഈ ഒരു പരുവത്തിലുള്ള അയിലയായിരുന്നു. അപ്പോൾ ഒരുപാട് മുള്ളൊന്നും ഇല്ലല്ലോ, ഇത്രയും വലിപ്പമുള്ള. അപ്പോൾ നല്ല വലിപ്പമുള്ള അയിലയോ വറ്റയോ ആണ് ഇതിന് ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ ഒരു കൽമാസ് ഉണ്ടാക്കാനും വറ്റയും നല്ലതാണ്, അയിലയും നല്ല ടേസ്റ്റാണ്. അത് രണ്ടുമാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എന്തായാലും ആ മസാലയൊക്കെ പുരട്ടി അത് ഫ്രൈ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് അതിന് ടേസ്റ്റ് നല്ലത്. അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് മീൻ ഫ്രൈ ആക്കാനിടാവേ. സാദാ അത്യാവശ്യം നന്നായിട്ട് ഒരുപാട് മൊരിഞ്ഞ് കല്ല് പോലെ ആവരുത്. നമുക്ക് മീനെല്ലാം അതിൻ്റെ മുള്ള് മാറ്റിച്ചെടുക്കുന്ന പരുവത്തിലാക്കുന്ന രീതിയിൽ എന്നാൽ നല്ല ടേസ്റ്റോടുകൂടി മൊരിഞ്ഞ് കിട്ടുകയും വേണം. അപ്പം നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം മീൻ ഫ്രൈ ആക്കി എടുക്കാൻ നോക്കണം. ചൂട് കട്ടിയുള്ള പാത്രത്തിലാവുമല്ലോ മീൻ ഫ്രൈ ആക്കുന്നത്. കാരണം ഈ മസാലയൊക്കെ ഇതിലേക്ക് എപ്പോഴും പിടിച്ച് കിട്ടണമെങ്കിൽ സിമ്മിലിട്ട് കഴിഞ്ഞാൽ മസാല എണ്ണയിലേക്ക് അങ്ങ് മാറിപ്പോകും, മീനിലേക്ക് പിടിക്കത്തില്ല. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താലും അങ്ങനെ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം കുറച്ച് നേരം എന്താണേലും മീൻ ഫ്രൈ ആക്കാനിരുന്നത്. എന്നിട്ട് നമ്മൾ തീയൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല മൊരിഞ്ഞ് മീൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനൊരളവൊന്നുമില്ല. നമുക്ക് എന്തോരം കൽമാസ് വേണോ അത്രയും പിന്നെ മീനും കൂടെ എടുത്താൽ നല്ല ടേസ്റ്റ്. നമുക്ക് ആ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയുള്ള നമുക്ക് മീൻ എന്തോരം ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതല്ല ഞാൻ തിരിച്ചു മറിച്ചും എല്ലാം ഒന്ന് മീൻ ഫ്രൈ ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. തിരിച്ചു മറിച്ചും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് മീൻ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഈ മീനൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് മൊരിഞ്ഞില്ല, വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മീൻ ആ മുള്ളൊക്കെ ഒന്ന് വേറെയാക്കി, മീനിൻ്റെ മാംസം വേറെയാക്കി ആ ഒരു രീതിക്ക് എടുക്കണം. അപ്പം അങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തു. നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ ഒരു മസാല കളയാതെ തന്നെ നിങ്ങൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കേട്ടോ. ഞാനത് കളഞ്ഞില്ല, അതിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി സവാള ഒരു മീഡിയം 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ ഒരു മസാലയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വേഗത്തിൽ. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ആ ഒരു മസാലയില്ലേ, നമ്മൾ മീൻ പൊരിച്ച മസാല അത് തന്നെയാണ് അതിനകത്ത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ 1 സ്പൂൺ മതി. ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കരുത്, കുത്തൽ മണം വരും, നമുക്ക് ആ ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ ഒരുപാട് അരച്ചത് വേണമെന്നില്ല, നന്നായിട്ടൊന്ന് ചതച്ച് അതിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മീൻ മുള്ളെല്ലാം കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിനകത്ത് അത്രയും മതി. പിന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ചതച്ച് തന്നെ അതിലേക്ക് കൂടുതൽ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് മീനെല്ലാം കുറച്ച് ഇങ്ങനെ പീസാക്കി, നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പീസായിട്ട് തന്നെ, കൈകൊണ്ട് പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം.
അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി മസാല, നമുക്ക് ഏത് മസാലയാണ് ടേസ്റ്റ് ഇഷ്ടം, ചിക്കൻ്റെയോ ബീഫോ സാദാ, ഞാനിത് വീട്ടിൽ പൊടിച്ച മസാല റീംസ്റ്റേയിൽ കിടപ്പുണ്ട് മസാല പൊടിക്കുന്നത്, അതിപ്പോൾ എല്ലാത്തിനകത്തും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ മീനെല്ലാം പീസാക്കി മുള്ളെല്ലാം കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വറ്റയോ അയിലയാണെങ്കിൽ നമുക്ക് ഒരുപാട് മുള്ളൊന്നും നമുക്ക് ആകത്തില്ല. ചെറിയ മീനാകുമ്പോൾ മുള്ള് കാണുമല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ, മുള്ളില്ലാതെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ മുള്ളില്ലാതെ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മാവില്ലേ, അതിനാവശ്യമായിട്ടുള്ള ഓരോ ബോൾസ് എന്തോരം വലിപ്പം നിങ്ങൾക്ക് വേണം ആ വലിപ്പത്തിനനുസരിച്ച് മാവെടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി കൈയിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം അതൊന്ന് പരത്തി കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒട്ടത്തില്ല. എന്നിട്ട് നമുക്ക് നമ്മളെന്താ ഉന്നയ്ക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, കൈയുടെ അകത്ത് വെച്ച് തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അകത്ത് ഫില്ലിങ്ങൊക്കെ വെച്ച് മടക്കി നല്ലപോലെ കയ്യിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അകത്ത് ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അപ്പുറം രണ്ട് സൈഡും ഇങ്ങനെ നല്ല എന്താ ശംഖ് പോലോ അപ്പുറം നല്ല ഒരു ഷേപ്പിനായിട്ട് ഇരിക്കണം. കണ്ടോ, ഈ ഒരു ഞാൻ ഇത്തിരി വലുതായിട്ടാണ്, വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലുത് ഉണ്ടാക്കിയത്. നിങ്ങൾ ചെറുതായിട്ടുണ്ടാക്കുള്ളൂ, കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ചെറുത് കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് 2-3 വലുതായിട്ടുണ്ടാക്കി, ബാക്കിയെല്ലാം ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നമുക്ക് സാധാ അപ്പച്ചമ്പിൽ ആവി കയറ്റിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒരുപാട് അങ്ങ് അടുക്കിന് വെക്കുവാണെങ്കിൽ നിങ്ങളതിൻ്റെ പുറത്ത് ഇച്ചിരി എണ്ണ തൂത്തിട്ട് അടുത്ത സ്റ്റെപ്പ് അടുക്കി വെക്കണം, ഒന്നിച്ച് വേണം പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോത്തില്ല. അതാണ് ഞാൻ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ 2-3 വെച്ച് പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ എന്താ പുതിയാപ്പിളയ്ക്കൊക്കെ കൊടുക്കുന്ന, അല്ലെ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം, അതും ചതച്ച് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ശ്രദ്ധിച്ചോണം, സോറി കേട്ടോ, ഇഞ്ചി എന്ന് പറഞ്ഞത് വെളുത്തുള്ളി മാത്രം മതി, അതൊരുപാട് അരഞ്ഞത് വേണ്ട, ചതച്ചത് ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഉപ്പും മാത്രം മതി. എന്നിട്ടൊന്ന് ഇങ്ങനെ ഈ ഒരു പരുവമില്ലേ, നമ്മളെന്താ മുട്ടയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ, ശരിക്കും എന്താ എരിവില്ലാത്ത കളറുള്ള മുളക് പൊടിയാണ്, കാണാൻ നല്ല മൊഞ്ച്. അപ്പോൾ അതിലേക്ക് അതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എന്താ മുട്ടയൊക്കെ ഒന്ന് മുരിച്ചെടുക്കുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം, എന്നാലേ ആ മസാല അതിലേക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല മൊഞ്ചുള്ള നല്ല കൽമാസ് കിട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്, നല്ല മയമാണ്, അരി അങ്ങനെ അരച്ചെടുത്തോണ്ട് നല്ല മയമാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.